നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ്, ശ്രീനിവാസൻ 17 വർഷം കൂടെ നിന്ന ഡ്രൈവറിനൊരു വീട് വെച്ച് കൊടുത്തു. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾക്കകത്ത് എൻ്റെ ദൈവമേ എന്തൊരു നാണം കെട്ട കമൻറ്റുകളായിരുന്നു അറിയാം പലരും ഇടുന്നത്. കുഴിയിലോട്ട് കാലും അല്ല കുഴിയിലോട്ട് പോകാൻ നേരത്താണല്ലോ താനിത് ചെയ്യുന്നത്, തനിക്ക് ഇത്ര നാൾ എന്തെടുക്കുമായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ഭയങ്കര കമൻറ്റുകളാണ്. അതിലെനിക്ക് ഏറ്റവും ഞാനിങ്ങനെ പല പല കമൻറ്റുകൾ ഇങ്ങനെ വായിച്ച് പോയപ്പോൾ എനിക്കറിയുന്ന ഒരു വ്യക്തിയുടെ ഒരു കമൻറ്റ്, അത് ഭയങ്കര മോശം കമൻറ്റാണ്. ഇതുപോലെ തന്നെ ശ്രീനിവാസനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നതാണ്. ആ ആളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. സ്വന്തം അപ്പനെയും അമ്മയും ഈ സ്വത്തിൻ്റെ പേരിൽ ഇയാൾ, അതായത് 2 മക്കളേ ഉള്ളൂ, സ്വത്ത് കൊടുത്തതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി അവൻ കേസ് കൊടുത്ത് ഈ അപ്പനെയും അമ്മയും ഒരു രീതിയിൽ സമാധാനം കൊടുക്കാത്തൊരു വ്യക്തിയാണ് ഈ കമൻ്റ് ഇട്ടേക്കുന്നത്. ദാനധർമ്മത്തെപ്പറ്റി ഒരു മനുഷ്യന് ഒരു സാധനം മേടിച്ച് കൊടുത്തിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, വ്യക്തിപരമായി അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഒരു കാര്യം പറഞ്ഞത്. എത്ര ആൾക്കാർ നമ്മൾ ഈ ആർക്ക് എന്ത് ചെയ്തിട്ടാണ് മറ്റൊരാൾ ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഇരിക്കുന്നു. നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ ഓരോ വ്യക്തികളും എത്ര നമ്മൾ ഓരോരുത്തരെയൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മളൊരു ചിന്തിക്കേണ്ട ഒരു കേസ് കഴിഞ്ഞാൽ 17 വർഷം ഒരു മനുഷ്യൻ ഒരാളുടെ ജോലി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അയാൾക്ക് താല്പര്യമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒന്നുകിൽ അയാളുടെ നിവൃത്തികേടായിരിക്കും. നിവൃത്തികേടാണെന്ന് പറഞ്ഞാൽ പോലും ഇന്നിപ്പോൾ സാധാരണ ഒരു കമ്പനിയിലേക്ക് ജോലി കയറി കഴിഞ്ഞാൽ 1 മാസത്തെ ശമ്പളം അല്ലെങ്കിൽ 2ാമത്തെ മാസത്തെ ശമ്പളം മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ പുതിയ ജോലി തേടി പോകുന്ന ആൾക്കാരാണ് പലപ്പോഴും. കാരണം പല ആൾക്കാരുണ്ട്, പല ആൾക്കാരും CV പ്രിപ്പയർ ചെയ്ത് അടുത്ത കമ്പനിയിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ചാടി പോകും. പക്ഷെ 17 വർഷമായിട്ടും ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഒന്നുകിൽ വേറെ എങ്ങും പോകാൻ ഒരു നിവൃത്തിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ അയാൾ അവിടെ സംതൃപ്തനാണ്. അപ്പം ശ്രീനിവാസൻ അയാൾക്കൊരു വീട് വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്ക് ആകെ കൊടുത്ത കാര്യം അത് തന്നെയാണോ നിർബന്ധമൊന്നുമില്ല. പല കാര്യങ്ങളും ചെയ്ത് കാണുമായിരിക്കും. ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്രയും വലുതായതുകൊണ്ടും ഇത്രയും വലിയ വീടായതുകൊണ്ടും അത് പുറത്ത് വന്നു. എത്രയോ കാര്യങ്ങളല്ലാതെ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തിക്കോ കൊടുത്ത ശ്രീനിവാസനോ ഇല്ലാത്ത ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ആവശ്യമുണ്ടോ? നമ്മൾ അവലോകനം ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെങ്കിൽ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് അങ്ങ് ആറാടുകയാണ്. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? നമ്മുടെ മനുഷ്യൻ്റെ ചിന്താഗതി, അതും ഞാൻ പറഞ്ഞ എല്ലാവരും സ്വന്തം ഓൺ ID എന്നാണ് എഴുതുന്നത്. 2 വലിയ ബിൽഗേറ്റ്സുമാരിരുന്നിട്ട് അല്ലെങ്കിൽ ദാനശീലന്മാരായ കുറേ ആൾക്കാരിരുന്നിട്ട് മറ്റൊരാളെ വിധിക്കുന്ന പോലെയാണ്. നിങ്ങളൊക്കെ ആരാണ് നിങ്ങളെ വിചാരം? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. നമ്മൾ മറ്റൊരാളെ വിധിക്കാൻ മാത്രം നമുക്ക് എന്ത് യോഗ്യതയുള്ളത്? അല്ലെ നിങ്ങൾ ഒരു മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരല്ലേ? എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നൊരു കേസുണ്ട്, കോമണായിട്ടൊരു കാര്യം, മറ്റൊരാളെ വിധിക്കില്ല എന്നൊരു കേസിൽ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഒരു പക്ഷേ ആളുകൾ കണ്ട് പുച്ഛത്തോട്, ഇപ്പം ഞാൻ ഈ ആദ്യം പറഞ്ഞ മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പുച്ഛത്തോട് നിങ്ങളെ ചിരിക്കുകയാണ്, പുച്ഛഭാവത്തോടെ നിങ്ങളെ